നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ആൻഡ് നമ്മൾ 1-2 അനൗൺസ്മെൻറ്റ്സ്, ടാരോ പേഴ്സണൽ റീഡിങ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ആൻഡ് മറ്റേ ചെറിയ ഗ്രൂപ്പായിട്ട് ചെയ്യാനുള്ളത് ഇപ്പോഴത്തെ ഗ്രൂപ്പ് ആക്ച്വലി ഫുള്ളായി. ഐ തിങ്ക് ഓൾമോസ്റ്റ് 10 ആയിട്ടുണ്ട്. ഓക്കെ, സോ അത് ഞാനൊന്ന് ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നെക്സ്റ്റ് സെഷനിൽ തൊട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ആൾക്കാരെ ചേർക്കാനുള്ളത് ഞാൻ നോക്കാം. അല്ലെങ്കിൽ യൂട്യൂബിലോ ലൈവായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം. പിന്നെ ഇത് രണ്ടുമായിരുന്നു മെയിൻ കാര്യം. ടാരോ പഠിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ബിക്കോസ് ടാരോ ഇപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. കാരണം ഒന്നിച്ച് നോട്ട്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ആക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നെക്സ്റ്റ് വീക്ക് ഒന്ന് സ്റ്റാർട്ട് ആവും. അപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ടാരോ പഠിക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കുറേ ശരിക്കും ഞാൻ വളരെ ഡെപ്തിലാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഇതിൽ ശരിക്കും ഈ കാർഡിൻ്റെ ഫുൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. സോ അതിനുകൂടി ഹെൽപ്ഫുള്ളാണ്. സോ അതിൻ്റെ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ചെയ്യാൻ എന്തായാലും സാധിക്കും. ഞാൻ അങ്ങനെ ആ രീതിക്കാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഇവിടെ ഉണ്ട്, നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ഇന്ന് നോക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ചോദിക്കുന്ന കാര്യം നമ്മളിനി എന്ത് ചെയ്യണം നെക്സ്റ്റ് അല്ലേ. സോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്തായിരിക്കും ചെയ്യേണ്ടത്. ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചെറുതായിട്ടൊരു ഗൈഡൻസ് ആദ്യം എടുക്കാം. നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് എടുക്കാം ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് തരാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് അതിനുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിവിടെ ഏത് രീതിയിൽ ഈ ബന്ധത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വ്യൂവേഴ്സിൻ്റെ 9 of Cups, 5 of Swords, Justice, ജഡ്ജ്മെൻറ്റും ഉണ്ട്. ഓക്കെ, കാർഡ്സ് ചിലത് മറക്കേണ്ടി വരും ഞാൻ. ഓക്കെ, കുഴപ്പമില്ല. 5 of Cups, ഓക്കെ സോറി 4 of Cups ആണ്. ഓക്കെ, മജീഷ്യൻ, എംപറർ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ ഒരു ഈഗോയിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഈഗോ ഉള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് അവർ വളരെ കൺട്രോളിങ് ആയിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ അതായത് കൺട്രോളിങ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സ്വഭാവം വെച്ചിട്ട് അതായത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന പോലെയല്ല, പക്ഷെ അവരുടെ രീതിക്ക് കാര്യങ്ങൾ പോകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. അവർ വളരെ അവരെ പറഞ്ഞതുപോലെ ആയിരിക്കണം ഈ ബന്ധത്തിലെ കാര്യങ്ങൾ എന്ന് അങ്ങനെ കുറച്ചൊരു ഈഗോ ഉള്ള പോലെയാണ്. സോ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുക, അതൊന്നും അവർക്ക് ഇഷ്ടമായിരിക്കില്ല. ഓക്കെ, അങ്ങനെ ഒരു എനർജി എനിക്ക് വരുന്നുണ്ട്, ഈഗോ എന്നുള്ള എനർജി, കൺട്രോളിംഗ് എന്നുള്ള എനർജി. ഓക്കെ, അത് മാത്രമല്ല കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ സൊസൈറ്റിയിൽ വലിയ കുറച്ച് ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം. അത് എല്ലാവർക്കും അല്ല. ഓക്കെ, മറ്റുള്ളവർ തിരിച്ചറിയുന്ന രീതിയിൽ എന്തെങ്കിലും പൊസിഷൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ മാരീഡ് പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കും. പിന്നൊന്ന് വേറൊന്ന് കാര്യം പറയാനുള്ളത്, ലൈക്ക് ഓക്കെ ഇപ്പോൾ വലിയ അറിയപ്പെടുന്ന വ്യക്തികളാവണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾ പറയില്ലേ സൊസൈറ്റിയെ കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. അതായത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അല്ലെ, അങ്ങനെയുള്ള ഒരു ഈഗോ ഒക്കെ കുറച്ചുണ്ടാവും. സോ ഇവിടെ അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് കാണുന്നത് ഏറ്റവും അധികം. അങ്ങനെ കുറച്ച് മാനിപ്പുലേഷൻ ഉണ്ട് ഇവിടെ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരല്പം മാനിപ്പുലേഷൻ എടുക്കാം. അവരൊരു എന്താ പറയുക, നിങ്ങളെ നല്ലോണം അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അവർ കുറച്ചൊരു മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഇമോഷണലി ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ചീറ്റിംഗ് എനർജി എനിക്ക് കാണുന്നുണ്ട്. 10 of Swords ആണ് ചീറ്റിംഗ് എൻഡിങ് എന്ന രീതിക്ക് എടുക്കാം. അതിപ്പോൾ എന്തെങ്കിലും ചീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു എൻഡിങ് സെപ്പറേഷൻ വന്ന് കാണാം. അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട്. ഇവിടെ 9 of Cups നിങ്ങൾ തമ്മിൽ ഓക്കെ മുൻപ് പാസ്റ്റിൽ നല്ലൊരു കണക്ഷൻ ആയിരുന്നു, നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ടൊക്കെ ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തമ്മിൽ വഴക്ക് പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റ് വരാം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് നടക്കുന്ന രീതിയിൽ. സോ അഗൈൻ അതാണ് ഞാൻ പറഞ്ഞത്, അവർക്കൊരു ലേശമായി ഈഗോ ഉള്ള വ്യക്തികളായിരിക്കും. സോ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവർ ട്രിഗേർഡ് ആവും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിങ്ങളെ പറയും. സോ ആ രീതിക്ക് ഇവിടെ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് എനർജി എനിക്ക് വരുന്നുണ്ട് നല്ലോണം. ജസ്റ്റിസ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ ന്യായം ആഗ്രഹിക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് ഒരു ന്യായമായ രീതിയിൽ ആ പേഴ്സൺ നിങ്ങളോട് ബിഹേവ് ചെയ്യണം, നിങ്ങൾക്ക് ന്യായം തരണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. സോ ആക്ച്വലി അവർ ബിക്കോസ് നിങ്ങളെ പലപ്പോഴും നിങ്ങളെ ഒന്ന് താഴ്ത്തുക, ഇവിടെ ഒരു നമ്മൾ വിന്നിങ് എന്ന് പറയും, ഇതൊരു
തരം കണ്ണിങ് എനർജിയാണ്. അതായത് നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ഒരു എനർജി എനിക്ക് വരുന്നുണ്ട് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട്. സോ അതാണ് ഈ മാനിപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞത്. സോ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ, നിങ്ങൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയാൽ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ രീതിക്ക് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ വിളിച്ചില്ല, അല്ലെങ്കിൽ എന്താ മെസ്സേജ് ഇട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മേലേക്ക് കുറ്റമിടാൻ ശ്രമിക്കും. ഓക്കെ, നിങ്ങളെ ഒരു കുറ്റപ്പെടുത്താൻ പറയുന്ന പോലെ, ഓക്കെ നിങ്ങൾ ആണ് ഓവർ ഡിമാൻഡിങ് ആണ് എന്ന് പറയും ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പല കാര്യങ്ങൾ ഐ തിങ്ക് ഒരു ആർഗ്യുമെന്റ്സ് വല്ലാതെ വരുന്ന രീതിക്ക് ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യും. സോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായമേ വരുന്നില്ല, ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് അവർ ന്യായമായത് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. ഓക്കെ, എന്നാലും ഇവിടെ നല്ല മൊമെന്റ്സ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, നല്ല മൊമെന്റ്സ് ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ തമ്മിൽ പലപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പോലെ ഒരു ഹാപ്പി ആയിട്ടൊക്കെ പോകുന്ന എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ജസ്റ്റിസും ജഡ്ജ്മെന്റും ഇവിടെ ഒപ്പം വന്നിട്ടുണ്ട്, ജഡ്ജ്മെന്റും ഉണ്ട്. സോ ഇവിടെ അഗൈൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു റിയലൈസേഷൻസിന്റെ സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ജഡ്ജ്മെന്റ് സമയം വന്നിട്ടുണ്ട്. ഐ തിങ്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ എന്നോട് ഇവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഇനിയും ഇതിൽ എഫേർട്ട് ഇട്ടിട്ട് കാര്യമുണ്ടോ? ഓക്കെ, നിങ്ങൾ പലപ്പോഴും അവിടെ ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം, ന്യായമായ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ എവിടേക്കോ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം. നിങ്ങളെ ഒരു എപ്പോഴും ഒരു കൺട്രോളിങ് ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഐ തിങ്ക് ഫീൽ ചെയ്യുന്നുണ്ട് ദാറ്റ് ഇനി ഇതിൽ ഞാൻ എഫേർട്ട് ഇടണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മട്ടിലാണ് എനിക്ക് കാണുന്നത്. അതിനിവിടെ 4 of Cups എനർജി ഉണ്ട്. നിങ്ങൾക്കിതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു താല്പര്യം ഇല്ലാതായി തുടങ്ങുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഐ തിങ്ക് ഇന്ന് വളരെ സ്ട്രോങ് എനർജി എനിക്ക് വരുന്നത്. നിങ്ങളിവിടെ ഒരു മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. മേ ബി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജിയാണ്, ഇവിടെ ഒരു സ്റ്റേബിൾ എനർജി അല്ല അല്ലേ. സോ നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ട് കുറച്ച് സമയങ്ങളുണ്ടാവും, അത് കഴിഞ്ഞ് വീണ്ടും അപ്പോഴേക്കും വഴക്ക് വരും, അപ്പോഴേക്കും പ്രശ്നങ്ങൾ വരും. ഓക്കെ, ആൻഡ് ആ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം നിങ്ങൾ തെറ്റുകാരാവും, നിങ്ങളുടെ ഭാഗത്തായാലും എല്ലാ തെറ്റെന്നുള്ള രീതിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സമയമാണ് അല്ലേ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിവിടെ ശരിക്കും നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ എൻഡിങ് വന്ന് കാണാം ഓൾറെഡി. ഓക്കെ, എവിടേക്കോ അഗെയിൻ റിലീജിയൻ അത് ലവേഴ്സ് കാർഡ് മാർക്കിട്ട് വരും. ഓക്കെ, സോ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് തോന്നുന്നത് റിലീജിയൻ വേറെ, കാസ്റ്റ് വേറെ, ചിലപ്പോൾ ഒരു പേഴ്സൺ മാരീഡ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസും ഉണ്ട് ഇടയിൽ. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒരു എൻഡിങ് വന്ന പോലെ ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഐ തിങ്ക് മേ ബി പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കാം കുറച്ച് പേർക്ക്. സോ ഓവറോൾ ഐ തിങ്ക് ഇപ്പോൾ സിറ്റുവേഷൻ ഇപ്പം നല്ലൊരു സ്റ്റേബിൾ എനർജിയിലല്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ഇവിടെ ലവേഴ്സ് എനർജി വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് നിങ്ങൾ തമ്മിൽ ആ ഒരു ഫീലിങ്സും ഇഷ്ടവും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതില്ലാഞ്ഞിട്ടല്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ എത്ര സ്നേഹം മനസ്സിലുണ്ട് എന്ന് പറഞ്ഞാലും പുറമേ, അല്ലെങ്കിൽ നമ്മൾ ജീവിതം ജീവിക്കണം അല്ലേ. സോ ആ ജീവിതത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ എപ്പോഴും വേദനകളും ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പിന്നെ അതിലെന്താ കാര്യമുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലാണ്. ഓക്കെ, സോ നമ്മളിവിടെ നിങ്ങളുടെ ഭാഗത്ത് എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അഗൈൻ ഫീലിങ്സ് ഉണ്ട്, അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നിങ്ങൾ പേഴ്സണിനും നിങ്ങളോട് താല്പര്യമൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക്. പക്ഷേ അവർ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നോക്കാം. നിങ്ങളുടെ ഭാഗത്തിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വ്യൂവേഴ്സ് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ സിറ്റുവേഷണൽ ഏസ് ഓഫ് സോർഡ്സ്, എനിക്ക് തോന്നിയിരുന്നു അത് വരുമെന്ന്. ആൻഡ് 10 of Wands, 3 of Pentacles, ക്വീൻ ഓഫ്. എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഈ ഫീലിംഗ് വരുന്നുണ്ടായിരുന്നു ദറ്റ് ഇന്നിങ്ങനെ ആയിരിക്കും റീഡിങ്. വെരി നൈസ്. ഓക്കെ, കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ വീണ്ടും ഓക്കെ, എന്തൊരു കഷ്ടം. ഏസ് ഓഫ് സോർഡ്സ് പറയുമ്പോൾ നിങ്ങളോട് പറയുന്നത് ആൻഡ് ജസ്റ്റിസും ഉണ്ടായിരുന്നു, ഏസ് ഓഫ് സോർഡ്സും ഉണ്ട്. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ന്യായമാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ആണ്, സത്യസന്ധതയാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളോട് ലോയലായിട്ടിരിക്കണം, അവർ നിങ്ങളോട് ആത്മാർത്ഥത ഉള്ള ഒരു റിലേഷൻഷിപ്പ് വെക്കണം, അവരുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ തുറന്ന് പറയുക, ക്ലിയർ ആയിട്ട് പറയുക, ഒരു എന്താണ് അവരുടെ മനസ്സിൽ എന്നുള്ളത് തുറന്ന് പറയുക. അങ്ങനെ നിങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തീരുമാനമെടുക്കേണ്ട സമയമാണ്. പേഴ്സണിൽ പേഴ്സണിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നിർത്തൂ. ന്യായം അവിടുന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നിർത്തൂ. അവർ നിങ്ങളെ മനസ്സിലാക്കും, അവർ നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റിസ് തരും, നിങ്ങൾക്ക് ന്യായം തരും എന്ന് ചിന്തിക്കുന്ന ആ സമയം കഴിഞ്ഞു. ഓക്കെ, ആ സമയം ഇനി കഴിഞ്ഞു. ദറ്റ് നിങ്ങൾ ഐ തിങ്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അവർ ചെയ്യട്ടെ, തീരുമാനിക്കട്ടെ, അവർ വരട്ടെ, അവർ എന്നോട് ന്യായം ചെയ്യും. മീൻസ് നിങ്ങൾ ഒരുപാട് തവണ ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് കാണാം, പറഞ്ഞു കാണാം, പലതരത്തിൽ പറഞ്ഞു കാണാം. ബട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഐ തിങ്ക് നിങ്ങൾക്ക് ന്യായം വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇനി നിങ്ങളുടെ തീരുമാനം എടുക്കൂ എന്നാണ്. നിങ്ങളുടെ ലൈഫിന് വേണ്ടത് നിങ്ങൾക്ക് എന്താണോ എന്നുള്ളത് അത് നിങ്ങൾ ആലോചിക്കുക. വാട്ട് ഡു യു വോണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് ട്രൂത്ത് മനസ്സിലാക്കുക, സത്യങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല
ചിലത് വെട്ടിമാറ്റേണ്ടതുണ്ടെങ്കിൽ വെട്ടിമാറ്റേണ്ട സമയമായിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ന്യായം വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കാനാണ് മെയിനായിട്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ഒരുപാട് ഭാരങ്ങൾ, ഈ റിലേഷൻഷിപ്പിൻ്റെ ഭാരം നിങ്ങളുടെ മേലെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളാണിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെ. നിങ്ങൾ മാറി നിൽക്കുമ്പോൾ പേഴ്സൺ പിന്നെ പുറകെ വരും. അതിവിടെ എനിക്ക് നൈറ്റ് ഓഫ് സോർട്സ് എനർജി ഉണ്ട്, ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. പക്ഷേ അങ്ങനെ വരുന്ന വ്യക്തി, ഓക്കെ, അങ്ങനെ ഇപ്പം നിങ്ങളൊന്ന് മാറി നിൽക്കുമ്പോൾ പേഴ്സൺ ഇങ്ങോട്ട് വരും. പക്ഷെ അത് സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്നില്ല. ഓക്കെ, പിന്നെയും നിങ്ങൾ അങ്ങോട്ട് ഓക്കെ എല്ലാം മാപ്പ് കൊടുത്ത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കുമ്പോൾ അവർ വീണ്ടും ഇതേ എനർജിയിലേക്ക് തിരിച്ചു പോകും. അതായത് അവർ പിന്നെയും പുറകോട്ട് നിങ്ങളൊന്ന് അടുക്കുമ്പോൾ അവർ വീണ്ടും പഴയ പോലെ ആവും. സോ അങ്ങനെ ആ ഒരു എനർജി, ഇൻ ആൻഡ് ഔട്ട് എനർജി, ഐ തിങ്ക് നിങ്ങളിത് കുറേ ആയിട്ട് നിങ്ങൾ താങ്ങി നിങ്ങൾക്ക് മടുത്ത ഒരു ലക്ഷണമാണ്. 10 ആണ്, 10 നമ്പറാണ്, എൻഡിങ് ആണ് പറയുന്നത്. ഇവിടെ ഒരു എൻഡിങ് വരേണ്ട സമയമായിട്ടുണ്ട്. ഇതിവിടെ നിങ്ങൾക്ക് ഐ തിങ്ക് അത് മടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഭാരങ്ങൾ താങ്ങാൻ പറ്റാതെ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുമായിട്ട് ഒരു ഒത്തൊരു പോകണം, നമ്മളൊരു കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഒന്നിച്ചു പോകാമെന്ന് പറയില്ലേ, ഒന്ന് മനസ്സിലാക്കി, പരസ്പരം മനസ്സിലാക്കി നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്താൽ ഇത് ശരിയാവും എന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചിന്തയുണ്ട്. ഓക്കെ, പക്ഷെ അവർ കൂടി അതിന് തയ്യാറാവണം അല്ലേ, അത് അവരുടെ ഭാഗത്തുനിന്ന് കൂടി ആ ഒരു എഫേർട്ട് വരണം, എന്നാലേ അത് നടക്കുള്ളൂ. ഇവിടെ നിങ്ങൾ മാത്രം ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് എനർജി വരുന്നത്. അവർ ചെയ്യുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങളൊന്ന് ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നവരെ അവർ കുറച്ച് നല്ല രീതിക്ക് നിൽക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞു നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അവർ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് നിൽക്കും. പക്ഷേ നിങ്ങളൊന്ന് അറ്റാച്ച്ഡ് ആയിട്ട് വരുമ്പോഴേക്കും അവർ വീണ്ടും മാറിപ്പോകുന്ന ലക്ഷണമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇൻ ആൻഡ് ഔട്ട് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നതുകൊണ്ട്, ആൻഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവർ നിങ്ങളെ വാച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ലൈക്ക് വാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓൺലൈൻ സ്റ്റോക്കിങ് മാത്രമല്ല, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് എല്ലാം അവർ നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവിടെ ലവേഴ്സ് എനർജി വീണ്ടും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ ലൈഫിൽ ഇത് ഒരു വരേണ്ട ബന്ധം തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ സ്ട്രോങ് ആണ്. പക്ഷെ കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഓക്കെ എത്ര സ്നേഹം ഉണ്ടെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാരമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക അല്ലേ. സോ ഇവിടെ നിങ്ങൾ ഇനി ചെയ്യാൻ പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്, ഈ ഭാരം നിങ്ങൾ ഏറ്റെടുക്കുന്നത് നിർത്താം. ഓക്കെ, പേഴ്സൻ്റെ മേലേക്ക് അവരുടെ മേലേക്ക് ചുമതല അവരും കൂടി ഏറ്റെടുക്കണം. ഈ റിലേഷൻഷിപ്പ് റിപ്പയർ ചെയ്യാൻ അവർ കൂടി തയ്യാറാവണം. ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കാനാണ് പറയുന്നത്. ക്വീൻ ഓഫ് വാൻസ് എനർജിയിലേക്ക് വരാനാണ് പറയുന്നത്. സോ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ മാറേണ്ട സമയമായി. ഓക്കെ, നിങ്ങളെ തന്നെ ചൂസ് ചെയ്യേണ്ട സമയമായി. ഓക്കെ, പേഴ്സൺ ഇല്ലെങ്കിലും എനിക്കിനി കുഴപ്പമില്ല എന്ന രീതിയിൽ നിങ്ങൾ വരണം. ഓക്കെ, കാരണം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓരോ തവണയും അവർ വരുമ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അവസരം കൊടുക്കുന്നുണ്ടാവും. ബട്ട് ഇവിടെ ഇനി നിങ്ങളെ തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, ആ മാറ്റം പേഴ്സണൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ യു ചൂസ് യുവർ സെൽഫ്. ഓക്കെ, ഇവിടെ നിങ്ങൾ അഗൈൻ ഓവർ ഇമോഷണലായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇതുവരെ ഐ തിങ്ക് നിങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇനി മാറ്റാം. ഓക്കെ, നിങ്ങളിവിടെ വളരെ ഇമോഷണലായിട്ട് അവർക്ക് അറിയാം, അവർക്ക് നിങ്ങളുടെ ആ സോഫ്റ്റ് സൈഡ് നന്നായിട്ട് അറിയാം. അതാണ് കാര്യം. ഓക്കെ, അവർക്ക് നന്നായിട്ട് അറിയാൻ തട്ട് നിങ്ങൾ എത്രയോ അവർ വന്നൊന്ന് സംസാരിച്ചാൽ നിങ്ങൾ വേഗം വിട്ടുകൊടുക്കും എന്നുള്ള രീതിക്ക് അവർക്ക് അറിയാം. സോ ഇവിടെ നിങ്ങൾ ആ ഒരു കോൺഫിഡൻറ്റ് ലെവലിലേക്ക് വരാനാണ് പറയുന്നത്. കുറച്ച് ഇമോഷണൽ മാറ്റിയിട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് വരാനാണ് പറയുന്നത്. ഓക്കെ, അതൊരു തരത്തിൽ. പിന്നെ രണ്ടാമത്തത് ഇവിടെ എനിക്ക് തേർഡ് പാർട്ടിയുടെ എനർജി ഉണ്ട്. സോ നിങ്ങൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ ചീറ്റിങ്ങിൻ്റെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് അവർ മാരീഡ് ആണ്, അല്ലെങ്കിൽ വേറെ പേഴ്സൺ ഉണ്ട്, വേറെ ആരെങ്കിലും ഉണ്ട് ലൈഫിൽ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിക്കാനുണ്ട്. അത് നിങ്ങളോടുള്ള വാർണിംഗ് ആണ്. ഓക്കെ, കാരണം ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മാത്രം ഇമോഷണലി ഇൻവെസ്റ്റ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറെ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. അല്ലെങ്കിൽ ആരാണ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിലും ശരി. ഓക്കെ, പേഴ്സൺ നിങ്ങളോട് എങ്ങനെ നിൽക്കും എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയായിരിക്കും, കാരണം അവർ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരുടെ ഫാമിലി വിട്ട് ഉള്ള കളി അവർ ചെയ്യില്ല. ഓക്കെ, ബട്ട് യെസ് നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അവർക്ക്. നിങ്ങൾ തമ്മിലുള്ളപ്പോൾ അവർക്ക് വളരെ ഹാപ്പിയാണ്. ഓക്കെ, പക്ഷേ അതിന് മുന്നോട്ട് നിങ്ങളും ആക്ച്വലി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓവർ പ്രതീക്ഷ വയ്ക്കാതിരിക്കുക, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. ആ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എനർജി നമ്മൾ പറയുന്ന ഒരു അങ്ങോട്ട് ഓവർ ഗിവിങ് എന്നുള്ള രീതിക്ക് പറയും. നിങ്ങൾ അവനവന് കൊടുക്കുക കെയറും സ്നേഹമൊക്കെ. ഓക്കെ, ആ കെയർ സ്നേഹം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് അവനവന് കൊടുക്കൂ. ഓക്കെ, സെൽഫ് ലവിലേക്ക് വരൂ. നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയൂ എന്നാണ്. ഓക്കെ, ഇപ്പോൾ തേർഡ് പാർട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അഗൈൻ അവിടെ നിങ്ങൾ ഒരു ഓപ്ഷനായിട്ട് മാറുന്നുണ്ടോ, ചോയ്സ് ആയിട്ട് മാറുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ്. ഓക്കെ, അഗൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഈ ബന്ധത്തിൽ നമുക്ക് ജസ്റ്റ് എനിക്കറിയില്ല ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡ്, നമ്മൾ എന്താണ് അറിയാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ്, യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങളോട്. ഹെർഫൻറ്റ്,
എല്ലാ കാർഡ്സും മറക്കേണ്ട അവസ്ഥയാണ്. വേൾഡ് കാർഡ് ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. സി പേഴ്സൺ ഉണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അങ്ങനെ വിട്ടുപോകുന്ന രീതിക്കൊന്നും അല്ല കാണുന്നത്. പക്ഷെ അവർക്ക് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി കാണുന്നുണ്ട്. ഫാമിലി പ്രയോറിറ്റീസ്, ആക്ച്വലി ഫൈനാൻസ് ആണ് അവർക്ക് പ്രയോറിറ്റി എന്നുള്ള രീതി കാണുന്നുണ്ട്. കുറേ പേർക്ക് ഓക്കെ നിങ്ങൾ ഫൈനാൻഷ്യലി ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ എവിടെയോ നിങ്ങൾ കുറച്ച് കെയർഫുൾ ആവൂ. ഇനി അത്ര ഐ ഡോണ്ട് നോ, സിറ്റുവേഷൻ അനുസരിച്ച് ആലോചിക്കും. ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, പേഴ്സൺ വരും, നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, പക്ഷെ അവർ വളരെ സ്ലോ എനർജിയാണ്. മാത്രമല്ല അത്രത്തോളം ഫുള്ളി കമ്മിറ്റഡ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ട്, അറ്റൻഷൻ ഉണ്ട്, നിങ്ങൾക്ക് സ്നേഹമുണ്ട് നിങ്ങൾക്ക്. ബട്ട് അതൊരു മെച്ചുവേർഡ് ആയിട്ട് ഒരു ശരിക്കും ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റ് തരുന്ന രീതിക്കല്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഒന്ന് യെസ് റിലീജിയൻ വേറെ കാസ്റ്റ് അങ്ങനത്തെ എല്ലാം കാണും. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറേ കൂടി സ്പിരിച്വലി നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്. വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ എടുക്കാം. സൈക്കിൾസിൻ്റെ കാര്യം പറയാം. സോ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, നിങ്ങളാണ് ചില കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതും മാറ്റേണ്ടതും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് തീരുമാനം വരേണ്ടത്. ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എനർജി പറയുന്നത് നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കാം. ഓക്കെ, നിങ്ങൾ ഒരു വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, അഗൈൻ കോൺഫിഡൻസ്, നമ്മൾ ക്വീൻ ഓഫ് വോൺസും പറഞ്ഞു, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളോട് പ്രാക്ടിക്കൽ ആവാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഇമോഷണൽ ആയി പോകും. അപ്പോൾ അവിടെയാണ് അത് വീക്ക്നെസ് ആയിട്ട് മാറുന്നത്. നിങ്ങൾ നിങ്ങളുടെ പവർ യൂസ് ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസിലേക്ക് വരാം, സെൽഫ് ലവിലേക്ക് വരാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലെടുക്കാം. അവർ വരുവാണെങ്കിൽ തന്നെ അവർ ഫുള്ളി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സമയം തരേണ്ടതോ വേണ്ട രീതിക്ക് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന പോലെ ഇങ്ങോട്ടുണ്ടോ എന്ന് നോക്കൂ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ തീരുമാനം മീൻസ് കുറച്ച് സമയം നിങ്ങൾ ഓവറായിട്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, ഓവറായിട്ട് ഇൻവോൾവ് ആവാതിരിക്കുക. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കരിയർ, നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ വീട്, ഫാമിലി കാര്യങ്ങൾ, ഓക്കെ അതിലേക്കൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക കൂടുതലും. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. യൂണിവേഴ്സ് അങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത്. സോ ലെറ്റ്സ് സീ നിങ്ങൾക്കുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഈ സ്ക്രീൻ മുഴുവൻ ഇത്തവണ നിങ്ങൾ കാണുമ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചതുണ്ടാവും കേട്ടോ. നിവർത്തിയില്ല, എന്താ ചെയ്യാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഡെക്സ് വേറെ വേറെ എടുക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ അതിലൊക്കെ പല പല പ്രശ്നങ്ങൾ. ലെറ്റ്സ് സീ, സാറില്ല. ഓക്കെ, നിങ്ങൾക്കുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത്? നിങ്ങളുടെ ഫ്യൂച്ചർ ഇതിൻ്റെ എന്താവും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് സോറി. ഓക്കെ, ലെറ്റ്സ് സീ. ഏഞ്ചൽ ഓഫ് ലവ് ഉണ്ട് ഇവിടെ, വെരി നൈസ്. ഓക്കെ, ഇൻഡിസിഷൻ, അപ്രീസിയേഷൻ, door to romance. Okay, second chakra, archangel Ariel. Yes, caring connections, beautiful. Okay, സി ഫൈനാൻഷ്യൽ, ഞാൻ പറഞ്ഞു കുറച്ച് പേർക്ക് പേഴ്സണൽ ഫൈനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എനിവേ, ഇവിടെ നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്സ് നിങ്ങളുടെ ലൈഫിൽ വരും. അതിപ്പോൾ ഈ പേഴ്സൺ ആവാം, വേറെ ആയിരിക്കാം, എന്തും ആവാം. അതിന് പക്ഷെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയണം. ഓക്കെ, നിങ്ങളെന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കലല്ല. ഓക്കെ, ആദ്യം സെൽഫ് ലവിലേക്ക് വരിക, അവനവനെ നിങ്ങൾ കെയർ ചെയ്യുക. അപ്പോഴേ മറ്റുള്ളവർ നിങ്ങളെ കെയർ ചെയ്യുള്ളൂ. അതുകൂടി മനസ്സിലാക്കൂ. അല്ലാതെ നമുക്ക് ഒരാൾ വന്നിട്ട് വേണം എനിക്ക് സന്തോഷമാവാൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ്സ് ആവും, സങ്കടങ്ങളാവും, വിഷമങ്ങളാവും. സോ എപ്പോഴും അവനവനെ ആദ്യം നിങ്ങൾ സ്നേഹിക്കൂ. ഓക്കെ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയൂ. അതിൻ്റെ ഉള്ളിൽ പല പല കാരണങ്ങളാണ് എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല എന്നുള്ളത്. അതാണ് നമ്മുടെ സെൽഫ് ലവ് ക്ലാസ്സിലൊക്കെ ചെയ്യാറുള്ളത്. ആക്ച്വലി അതും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ, ഞാൻ പറയാം. ഈ ഒരു ആദ്യത്തെ ചില കാര്യങ്ങളൊക്കെ തീർക്കട്ടെ. ഓക്കെ, ഇവിടെ ഏഞ്ചൽ ഓഫ് ലവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ സ്നേഹം എന്ന രീതിയിൽ നിങ്ങൾക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ബട്ട് അതിനെന്താ വേണ്ട, ആദ്യം നിങ്ങൾ അവനവൻ ആ സ്നേഹം കൊടുക്കൂ. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹം, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കെയർ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ ആദ്യം അവനവന് കൊടുക്കൂ എന്നാണ്. ആൻഡ് നിങ്ങളുടെ ശരിക്കും ഏഞ്ചൽ ഓഫ് ലവ് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്നേഹം എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. കെയറിങ് കണക്ഷൻസും വന്നിട്ടുണ്ട്. യെസ്, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ അതിനാദ്യം നിങ്ങൾ സെൽഫ് ലവിലേക്ക് വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, ഇൻഡിസിഷൻ. യെസ്, ഇവിടെ നിങ്ങൾക്ക് ചോയ്സ് എടുക്കേണ്ട സമയമായിട്ട് വരും. ഓക്കെ, ഇതിൽ എന്താ വേണ്ടത്, കണ്ടിന്യൂ ചെയ്യണോ, ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സമയം വരും. ഓക്കെ, അത് ചിന്തിക്കുമ്പോൾ എപ്പോഴും നിങ്ങളെ കൂടുതൽ മുന്നോട്ട് വയ്ക്കാം. ആ പേഴ്സണിനെ കുറിച്ച് ചിന്തിക്കലല്ല, നിങ്ങളുടെ ഭാഗം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക. എനിക്കതിൽ സന്തോഷം കിട്ടുന്നുണ്ടോ, എനിക്ക് ഹാപ്പി ആണോ, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത്ര ഇങ്ങോട്ട് എനിക്കുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളൊരു തീരുമാനം എടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്രീസിയേഷൻ, യെസ്, നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. വേറൊരാൾ വന്നിട്ട് വേണം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, വേറൊരാൾ വന്നിട്ട് വേണം എന്നെ സ്നേഹിക്കാൻ. ഓക്കെ, അപ്പോഴേ എനിക്ക് സന്തോഷമുള്ളൂ എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ്. ബട്ട് അത് പാടില്ല. ഓക്കെ, അവനവനെ അപ്രീഷിയേറ്റ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾ
നിങ്ങൾ അവനവനെ കെയർ ചെയ്യൂ, നിങ്ങൾ സ്വയം സെൽഫ് ലവിലേക്ക് വരൂ. അഗൈൻ സെയിം തിങ്. ഓക്കെ, മാത്രമല്ല ആക്ച്വലി നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് വേറെ വ്യക്തികളിൽ നിന്ന് നമുക്ക് മറ്റുള്ളവർ നമ്മുടെ വാല്യൂ അപ്പോഴേ തിരിച്ചറിയുള്ളൂ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ വില തിരിച്ചറിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആക്ച്വലി ഇവിടെ അതാണ് പറയുന്നത്, സെക്കൻഡ് ചക്ര കോൺഫിഡൻസ് ആയിട്ട് ഫീൽ ചെയ്യാം. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ഒരുപാട് ഓവറായിട്ട് ഇമോഷണൽ ആവാതിരിക്കുക, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക, അതൊക്കെയാണ് വേണ്ടത്. യെല്ലോ കളർ നമ്മൾ കോൺഫിഡൻസിനെ കുറിച്ച് പറയാറുണ്ട്. സോ നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക. ഇവിടെ നിങ്ങളങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. നിങ്ങളെ കെയർ ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ തരത്തിലുള്ള ബന്ധങ്ങൾ അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ വരിക. ആൻഡ് ഇവിടെ റൂട്ട് റൊമാൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്നേഹം കിട്ടാനുള്ള അർഹതയുണ്ട്, അത് നിങ്ങൾക്ക് വരും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ് എന്തായാലും ഉണ്ട്. പക്ഷേ അത് നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ്, നിങ്ങളായിട്ടാണ് അത് ബ്ലോക്ക് ചെയ്യുന്നത്. കാരണം ഇവിടെ നിങ്ങൾ അവനവനെ വാല്യൂ ചെയ്യാത്തത് അത്രയും ആ കാലം നിങ്ങൾക്കൊരിക്കലും വേറെ നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരില്ല. ഓക്കെ, അവനവനെ മനസ്സിലാക്കൂ, അവനവനെ സ്നേഹിക്കൂ, അവനവനെ കെയർ ചെയ്യൂ, ഹാപ്പി ആയിട്ടിരിക്കാൻ പഠിക്കൂ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ റിലേഷൻഷിപ്സ്, നല്ല റിലേഷൻഷിപ്പ് എല്ലാം വരും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ചെയ്യൂ എന്നുള്ളത്. ആൻഡ് സെൽഫ് ലവ് ക്ലാസ്സിൽ നമ്മളത് കുറച്ചുകൂടി എങ്ങനെ നമുക്കതിനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം എന്ന് പറയും. ഇവിടെ ഇപ്പം നമ്മളിത് ജസ്റ്റ് എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഇനി സെൽഫ് ലവിൽ നിങ്ങൾ ശരിക്കും എങ്ങനെയാണ് സെൽഫ് ലവിലേക്ക് വരേണ്ടത് എന്നുള്ളത് അത് സെൽഫ് ലവ് ക്ലാസ്സിലൊക്കെയാണ് ചെയ്യാറ്. നെക്സ്റ്റ് സെഷൻ ഞാൻ എത്രയും വേഗം അനൗൺസ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് ആവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നോക്കാം, നമുക്കത് നെക്സ്റ്റ് അതും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.